കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെടുന്ന ചില സീറ്റുകൾ ലീഗ് ഏറ്റെടുത്താൽ വിജയസാധ്യത കൂടുതലാണ്. അതിന് ഏറ്റവും ഉദാഹരണം ചടയമംഗലമാണ്. ചടയമംഗലത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട 14,000 വോട്ടുകൾക്കാണ്. ലീഗിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ ലീഡുള്ള മേഖലകളുണ്ട്. നിലമേൽ പഞ്ചായത്തും കടക്കൽ പഞ്ചായത്തും ഒക്കെ ചേർന്ന് വരുന്നതാണ് ചടയമംഗലം നിയോജക മണ്ഡലം. കൃത്യമായി നോക്കുമ്പോൾ വലിയ തോതിലുള്ള തേരോട്ടം ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കോൺഗ്രസ് പിടിച്ചെടുത്താൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന പല നിയോജക മണ്ഡലങ്ങളുമുണ്ട്. അതിലൊന്ന് എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളാണ്. മുഹമ്മദ് ഷിയാസ് എന്ന DCC അധ്യക്ഷൻ കൃത്യമായി കളമശ്ശേരിയിൽ കാലുറപ്പിച്ച് വയ്ക്കുകയാണ്. ലീഗിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് UDFിലേക്ക് തിരിച്ച് വീണ്ടെടുക്കണമെങ്കിൽ P. രാജീവ് എന്ന നിലവിലെ വ്യവസായ മന്ത്രിയോട് മുഹമ്മദ് ഷിയാസ് തന്നെ ഏറ്റുമുട്ടേണ്ടത് അനിവാര്യമാണ് എന്ന് ലീഗ് തന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു കൊടുക്കൽ വാങ്ങലിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതായത് ലീഗിൻ്റെ ചില മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയും കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകൾ ലീഗ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സിറ്റിംഗ് സീറ്റുകൾ അവരവർ തന്നെ മത്സരിക്കട്ടെ, പകരം ഇത്തരത്തിൽ പരാജയപ്പെട്ട സീറ്റുകളിൽ ഒരു വെച്ചുമാറൽ, അത് വളരെ പ്രായോഗിക തലത്തിൽ തന്നെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ 71 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തുകയുള്ളൂ. 2011 UDF നേടിയെടുത്ത ഒരു നേരിയ എഡ്ജുണ്ട്. അന്ന് LDFിൽ CPIMനായിരുന്നു അന്നും ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം. VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആ സമയത്ത് കോൺഗ്രസ് നേടിയത് 38 സീറ്റാണ്. ഒരുപക്ഷെ ആ 38ലേക്കെങ്കിലും എത്തണമെങ്കിൽ കോൺഗ്രസ് ഇനിയും ഒരുപാട് പോരാടേണ്ടിയിരിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും അവർ വേട്ടയാടപ്പെടുകയാണ്. ഇടതുപക്ഷത്തിന് കൃത്യമായ ചില അജണ്ടകളുണ്ട്. അത് BJPയുമായി ചേർന്ന് തന്നെ കളിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഇത് തങ്ങൾക്കുള്ള ട്രാപ്പാണ്, അതിൽ നിന്നും എങ്ങനെ തലയൂരാം, എങ്ങനെ ഈ ട്രാപ്പിൽ നിന്നും അതിജീവിക്കാം, അത് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും പോലെ കോൺഗ്രസിനകത്തെ യുവതുർക്കികളെ കുടുക്കി ഏതൊക്കെ രീതിയിൽ അവരെ വശംവദരാക്കാം, അവരെ തകർത്തെറിയാം, അവരുടെ കരിയർ ഗ്രാഫ് നശിപ്പിക്കാം, ഇതൊക്കെയാണ് CPIMൻ്റെ സൈബർ മേഖലയിലും CPIMൻ്റെ പാർട്ടി കമ്മിറ്റികളിലും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ടൊരു സന്ദേശം എന്നൊരു സിനിമ സത്യന്തിക്കാട് ചെയ്തത്. അതിൽ കൃത്യമായി INSPക്കാരെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് ശങ്കരാടി പറയുന്ന ഒരു ഡയലോഗുണ്ട്. കൊള്ളാവുന്ന ചില INSPക്കാർക്ക് അവർക്ക് നാട്ടുകാർക്കിടയിൽ നല്ല മതിപ്പാണ്. അവരെ വല്ല പെണ്ണ് കേസിലോ വല്ല ഗർഭക്കേസിലോ ഒക്കെ കുടുക്കി നാറ്റിക്കുക. ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി ഈ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സണിങ് ആവുന്നതിന് മുമ്പ് CPIMനെതിരെ കൃത്യമായി പൊളിച്ചെടുക്കാൻ ഒരു വലിയ സാഹസം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വവും UDFും. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരും.